ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 54. തുമ്മർ റുവാത്തു, പിന്നെ റാവികൾ, ഇനിത്തഫഖത്ത് അസ്മാഉഹും, അവരുടെ പേരുകൾ യോജിച്ചാൽ, വ അസ്മാഉ ആബാഇഹിം, അവരുടെ വാപ്പമാരുടെ പേരും യോജിച്ചാൽ. അപ്പോൾ വാപ്പയുടെ പേരും അവരുടെ പേരും എന്തായി? യോജിച്ചു വന്നു. പിന്നെ ഫസായിദൻ, അത് രണ്ടോ രണ്ടിലധികമോ അല്ലെങ്കിൽ ഒന്നോ ഒന്നിലധികമോ. ആ റുവാത്ത് എന്നുള്ളത് ജിൻസാണ് അവിടെ മുറാദ്. അപ്പോൾ വാഹിദിന് സാലിഹാവും വാഹിദിന് മുകളിൽ ഉള്ളതിന് സാലിഹാവും. അപ്പോൾ ഒരു പേരോ അല്ലെങ്കിൽ ഒന്നിലധികം പേരുകളോ, അപ്പോൾ ഒരു സനദിലോ അല്ലെങ്കിൽ രണ്ട് സനദിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള സനദുകളിൽ പിന്നെ ഉള്ള റാവികൾ, ആ റാവികളുടെ പേരും അവരുടെ വാപ്പയുടെ പേരും ഒരുമിച്ച് വന്നു, ഇത്തിഫാഖായി വന്നു, ഒരേപോലെ വന്നു. എന്നാൽ വഖ്തലഫത്ത് അഷ്ഖാസുഹും, ആ റാവികളുടെ ശഖ്സുകൾ വ്യത്യസ്തമാവുകയും ചെയ്തു. എന്നാൽ ഇവർ ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ വ്യക്തികളാണ്, പക്ഷെ പേരുകൾ ഒരേപോലെ വന്നു. അങ്ങനെ വന്ന സവാഉൻ ഇത്തഫഖ ഫീ ദാലിക ഇസ്നാനി മിൻഹും അവ അക്സറ, എന്താ അതിൽ രണ്ട് പേര് ഇത്തിഫാഖാകട്ടെ, രണ്ടിലധികം പേര് ഇത്തിഫാഖാകട്ടെ. വകദാലിക, അപ്രകാരം തന്നെ ഇദത്തഫഖ ഇസ്നാനി ഫസായിദൻ ഫിൽ കുനിയത്തി വൻ നസബത്തി, നസബയിലും കുനിയത്തിലും ഇപ്രകാരം തന്നെ രണ്ടുപേര് ഇത്തിഫാഖായാലും. നസബയിലും കുനിയത്തിലും. ഉദാഹരണത്തിന് പറഞ്ഞാൽ അബി അംറാനിൽ ജൗനി, അവിടെ ഇതേ കുനിയത്തലമുള്ള രണ്ടുപേരുണ്ട്. ആരൊക്കെയാണ്? അബ്ദുൽ മലിക് ബിൻ ഹബീബും മൂസബിന് സഹലും. എന്ത് ചെയ്തു? പിന്നെ അവരുടെ രണ്ടുപേരുടെയും കുനിയത്ത് അങ്ങനെ തന്നെയാണ്. പിന്നെ നസബയും ഈ ജൗനിയാണ്. അപ്പം അങ്ങനെ കുനിയത്തിലും നസബിലും എന്ത് ചെയ്യുക? ഇത്തിഫാഖായി വന്നാലും ഫഹുവ, അങ്ങനെ ഈ വരുന്ന ഇത് ആ ഇനം അന്നൗഉല്ലദി യുഖാലു ലഹു അൽ മുത്തഫിഖു വൽ മുഫ്തരിഖു എന്നാണ് അതിന് പറയപ്പെടുന്നത്. ആ ഇനത്തിന് റാവികളുടെ പേരും അവരുടെ വാപ്പമാരുടെ പേരും ഒന്നായി വ്യക്തികൾ വ്യത്യസ്തമാവുകയും ചെയ്യുന്നതിന് പിന്നെ അൽ മുത്തഫിഖു പിന്നെ വൽ മുഫ്തരിഖു എന്നാണ് പറയുക. വഫായിദത്തു മഅരിഫത്തിഹി, ഇതിനെ മനസ്സിലാക്കുന്നതിന്റെ ഫായിദ ഖശിയത്തു അൻ യുളന്ന അശ്ശഖ്സാനി, രണ്ട് വ്യക്തികളെ ഭാവിക്കുക, ശഖ്സൻ വാഹിദൻ, ഒരാളാണ് എന്ന് പിന്നെ ഊഹിക്കുക. ആ പേടി തീരലാണ്. അൽ-അംനു മിൻ ഖൗഫി ഹാദൽ ദന്ന്, ആ പേടി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് അറിയുന്നത്. ഇങ്ങനെ പേരുകൾ ഒരേപോലായ വ്യക്തികൾ വ്യത്യസ്തമായ ഇത് മനസ്സിലാക്കുന്നത് ഒരാളാണെന്ന് മനസ്സിലാക്കി പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ലഫ്ള് നിലയ്ക്ക് നോക്കുമ്പോൾ മുത്തഫിഖാണ്. എന്നാൽ മാന ഉള്ള നോക്കുമ്പോൾ, മാനൽ മുറാദ് കൊണ്ട് നോക്കുമ്പോൾ മുഫ്തരിഖാണ്. അതിനാണ് മുത്തഫിഖ് അൽ മുഫ്തരിഖ് എന്നതിന് പേര് കിട്ടിയത്. വഖദ് സന്നഫ ഫീഹിൽ ഖതീബു കിതാബൻ ഹാഫിലൻ. ഈ വിഷയത്തിൽ ഖതീബുൽ ബഗ്ദാദി എന്നവർ ഒരു ജാമി ആയ കിതാബിനെ രചിച്ചിട്ടുണ്ട്. വഖദ് ലഖസ്തുഹു, ആ കിതാബിനെ ഞാൻ ചുരുക്കിയിട്ടുണ്ട്. വസിത്തു അലൈഹി ശൈഅൻ കസീറൻ, എന്നിട്ട് അതിൻ്റെ മേൽ ഞാൻ വേറെ ധാരാളം കാര്യങ്ങൾ കൂട്ടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വഹാദ, ഈ പറഞ്ഞത് അഖ്സുമാ തഖദ്ദമ മിനൻ നൗഇൽ മുസമ്മ ബിൽ മുഹ്മലി, മുഹ്മലി എന്ന് മുമ്പ് പറഞ്ഞ ആ ഇനത്തിൽ പെട്ടതല്ല. ആ ഇനത്തിന്റെ ഓപ്പോസിറ്റാണ് ഈ പറഞ്ഞത്. മുമ്പ് പറഞ്ഞ ഒന്നിന്റെ ഓപ്പോസിറ്റാണ്. അതെന്താണ് മുഹമ്മലി എന്ന് പറഞ്ഞത്? മുഹമ്മലി മുമ്പ് പറഞ്ഞു വബിഖ്തിസാസിഹി ബി അഹദിഹിമ യതബയ്യനുൽ മുഹമ്മലു എന്ന് പറഞ്ഞു മുമ്പ് പറഞ്ഞായിരുന്നു. അതായത് ഒരു റാവിക്കുള്ള പേര് അതേ പേരിൽ തന്നെ വേറൊരാള് പങ്കാകുക. പിന്നെ അപ്പൊ ആ പറഞ്ഞതല്ല ഇത്. കാരണം അതിന്റെ അക്സാണെന്ന് പറയാൻ കാണില്ല. അന്നഹു യുഹ്ഷ മിൻഹു, അവിടെ ആ മുഹമ്മല് പറഞ്ഞെടുത്ത് ആ മുഹമ്മലിൽ നിന്ന് പേടിക്കപ്പെടുന്നത് ആ യുവന്നൽ വാഹിദ് ഹുസൈനി, ആ ഒരാള് രണ്ടാളാണെന്ന് ഭാവിക്കും. അതാണ് അവിടെ. ഇവിടെ വഹാദ യുഹ്ഷ മിൻഹു, ഇവിടെ ഈ മുസ്തബിയും പിന്നെ മുത്തഫിക്കും മുഫ്തരിക്കും ഈ രൂപത്തില് ആ ഇനത്തിൽ പേടിക്കപ്പെടുന്നത് ആ യുവന്ന ഇസ്നാനി വാഹിദൻ, രണ്ടുപേരെ കുറിച്ച് ആ രണ്ടുപേരും ഒരാളാണ്, ഒരു വ്യക്തിയാണ് എന്ന് വായിക്കും. ഇതാണ് ഇവിടെ പ്രശ്നം. അവിടുത്തെ പ്രശ്നം ഒരാളെ രണ്ടാളാണെന്ന് വായിക്കും. അപ്പൊ രണ്ടും രണ്ടാണെന്ന് അർത്ഥം. പിന്നെ ഇനി വൈനിത്തപക്കത്തിൽ അസ്മാഉ ഖത്തൻ, എഴുത്തില് പേര് രണ്ടു ഒന്നായി, പേരുകൾ എഴുത്തില് യോജിച്ചു. വഖ്തലഫത്ത് നുത്ഖൻ, എന്നാൽ മൊഴിയുമ്പോൾ എന്താണ് വ്യത്യാസമായി. അങ്ങനെ ആയാൽ സവാഉൻ കാന മർജുൽ ഇഖ്തിലാഫി, അവിടെ അങ്ങനെ മൊഴിയുമ്പോൾ വ്യത്യാസമാകാനുള്ള മർജി അന്നുഖത്തു, സവാഉൻ കാന മർജുൽ ഇഖ്തിലാഫി അന്നുഖത്ത, ആ ഇഖ്തിലാഫിന്റെ മർജി ആകൽ സമമാണ് നുഖ്ത, കുത്ത് പുള്ളിയൊക്കെ ആകൽ സമമാണ്. ആവി ഷക്കില, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഷക്കില് തന്നെ രൂപം തന്നെ ആണ്. അപ്പോൾ ഒരേ രൂപത്തിലുള്ള എഴുത്ത് അല്ലെങ്കിൽ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ട് മാറി. ഇങ്ങനെയാണ് എന്ത് ചെയ്തത്, നുത്ഖിൽ ഇഖ്തിലാഫായത്. പിന്നെ പക്ഷെ എഴുത്തിൽ എന്താണ് അസ്മാകൾ ഇത്തിഫാഖുമാണ്. അങ്ങനെ വന്നാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നുഖ്തല് ഇഖ്തിലാഫാവുന്നതിന് ഹംസത്ത് ജംറത്ത്, ഇപ്പം എന്തായി ഹംസ ജംറ, ഇപ്പൊ അവിടെ പിന്നെ ഒരിടത്ത് പുള്ളി ഹംസ എന്നിടത്ത് ജീമിന് പുള്ളിയില്ല, മറ്റിടത്ത് ജംറ എന്ന് പറയുന്നിടത്ത് ജീമിന് പുള്ളിയുണ്ട്. അതുപോലെ ഹംസ എന്ന് പറയുന്നിടത്ത് സായിന് പുള്ളിയുണ്ട്, ജംറ എന്നിടത്ത് റാഇനോടെ പുള്ളിയും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ എന്നാൽ പിന്നെ എഴുത്തിൽ എന്താണ് ഒരേപോലെയാണ്. ഹംസ എന്നെഴുതുന്നതും ജംറ എന്നെഴുതുന്നതും എഴുത്തിൽ ഒരേപോലെ. പിന്നെ മൊഴിയുമ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമായി. ഇനി അവിടെ അതിന്റെ ഷെക്കില് വ്യത്യാസം വരുന്ന ഒരു ധാരണ അഖീല് ഉഖൈല്, ഒന്ന് അഖീൽ എന്നാണ്, മറ്റൊന്ന് ഉഖൈല് എന്നാണ്. അപ്പൊ ഷെക്കില് വ്യത്യാസം വന്നു.
പിന്നെ മറ്റൊന്ന് സലാമ് സല്ലാമ്. എഴുത്ത് രണ്ടും ഒരേപോലെയാണ്, പക്ഷേ നുത്തുക്കിൽ വരുമ്പോൾ വ്യത്യാസം വരുന്നു. പിന്നെ അതുപോലെ ഹറാമ് ഹസ്സാമ്. അവ ഇങ്ങനെ വന്നാൽ ഫഹുവൽ മുഖ്തലിഫു വൽ മുഖ്തലിഫു, അതിന് മുഖ്തലിഫ് മുഖ്തലിഫ് എന്നാണ് അതിന് പറയാ. അതായത് എഴുത്തിൽ ഒരുപോലെ ആയതും നുത്തുക്കിൽ വ്യത്യസ്തമായതും എന്നർത്ഥം. മുഖ്തലിഫ് എന്ന് പറഞ്ഞാൽ എഴുത്തിൽ ഒരുപോലെ ആയി, മുഖ്തലിഫ് എന്ന് പറഞ്ഞാൽ മൊഴിയലിൽ വ്യത്യസ്തമായത് എന്നാണ് അതിന് പേര് പറയാ. വമാരിഫത്തുഹു, ഇതിനെയും മനസ്സിലാക്കൽ മിൻ മുഹിമ്മാത്തി ഹാദൽ ഫന്നി, ഈ ഹദീസിന്റെ പന്നില്, ഹദീസിന്റെ ഇസ്തിലാഹിന്റെ പന്നില് വളരെ മുഖ്യമായ കാര്യത്തിൽപ്പെട്ടതാണ്. എത്രത്തോളം കാല അലിയുബിൻ മദനി, അലിയുൽ മദനി എന്നവർ പറഞ്ഞു, അഷദ്ദു തസ്ഹീഫി, തിരിമറികളിൽ ഏറ്റവും ശുദ്ധത്തായ തിരിമറികൾ നടക്കുന്നത് മായഖൗഫിൽ അസ്മാഇ, ഈ അസ്മാകളിൽ സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഹംസ എന്നുള്ളതിനെ പിന്നെ അവർ പുള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേതിൻ്റെ പുള്ളി മാറ്റി കഴിഞ്ഞാൽ ജംറാന്നായി പോവുമല്ലോ. അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ തസ്ഹീഫ് നടക്കുന്നത് ഇതിലാണ്, അസ്മായിലാണ്. എന്നിട്ട് വജ്ജഹു ബാദുഹും, അതിനെ അവർ ചിലരെന്ത് ചെയ്തു, അതിന് വജ്ഹ് പറഞ്ഞത് അന്നഹു ഷൈഉൻ ലാ യദ്ഖുലുഹുൽ ഖിയാസു, ഇതിൽ ഖിയാസ് ഒന്നും പ്രവേശിക്കാത്ത ഒരു കാര്യമാണിത്. അതിനോട് ഖിയാസാക്കുക, മറ്റേ ഇതിനോട് ഖിയാസാക്കുക എന്ന് പറയാൻ പറ്റൂല. മാത്രമല്ല വല ഖബ്ലഹു ഷൈഉൻ യദുല്ലു അലൈഹി വല ബഅദഹു, അതിന്റെ മുമ്പോ അതിന്റെ ശേഷമോ അതിന്റെ മേലെ അറിയിക്കുന്ന ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. അപ്പോൾ അങ്ങനത്തെ ഒന്നാണ്. അതുകൊണ്ട് തസ്ഹീഫ് എന്താകും, കൂടുതൽ സംഭവിക്കും പിന്നെ പേരുകളിൽ. ഫഖദ് സന്നഫ ഫീഹി അബൂ അഹ്മദുൽ അസ്കരി എന്നവർ ഈ വിഷയത്തിൽ ഗ്രന്ഥരചന നടത്തി. ലാകിന്നഹു അളാഫഹു ഇലാ കിതാബി തസ്ഹീഫ് ലഹു, അബൂ അഹ്മദുൽ അസ്കരി എന്നവരുടെ തസ്ഹീഫ് എന്ന കിതാബിലേക്കാണ് എന്ത് ചെയ്തത്, ഇതിനെ ചേർത്തത്. എന്നിട്ട് സുമ്മ അഫ്റദഹു, പിന്നെ അതിനെ ഇഫ്രാദ് ചെയ്ത് ബി തഅലീഫി, സ്വതന്ത്രമായ രചന കൊണ്ട് എന്ത് ചെയ്തു, തരീഫ് ചെയ്തു, സ്വതന്ത്ര രചന നടത്തി. ആര്? അബ്ദുൽ ഗനി ഇബ്നു സഈദ് എന്നവർ. പിന്നെ അതിൽ നിന്ന് പിന്നെ ഇഫ്രാദ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ജമാ ഫീഹി കിതാബൈനി, എന്നിട്ട് അബ്ദുൽ ഗനി എന്നവർ അതിൽ 2 കിതാബ് ഒരുമിച്ച് കൂട്ടി. അത് കിതാബും ഫി മുസ്തബഹിൽ അസ്മായി വ കിതാബും ഫി മുസ്തബഹിൽ നസബത്തി, അങ്ങനത്തെ 2 കിതാബുകൾ കൂടി ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ജമാ ഷെയ്ഖുഹു, അബ്ദുൽ ഗനി സഈദ് എന്നവരുടെ ഷെയ്ഖായ ദാറഖുത്നി എന്നവർ ഒരുമിച്ച് കൂട്ടി ഫി ദാലിക, ഈ വിഷയത്തിൽ കിതാബൻ ആബിരൻ, ഒരു ജാമിയായ കിതാബിനെ. എന്നിട്ട് സുമ്മ ജാമ അൽ ഖത്തീബ് ദൈലൻ, എന്നിട്ട് അതിൻ്റെ കോന്തലയിൽ പിന്നെ ഖത്തീബ് എന്നവർ പിന്നെ ജമ ചെയ്തു, ദൈലിനെയും കൂടി ജമ ചെയ്തു. തുമ്മ ജമാൽ ജമീഅ, പിന്നെ ഈ പറഞ്ഞ എല്ലാത്തിനെയും കൂടി ജമ ചെയ്തു അബൂ നസ്ർ ബിൻ മാഖോല എന്ന ഫി കിതാബി, അദ്ദേഹത്തിന്റെ കിതാബിൽ അൽ ഇക്മാൽ ഫി റഫ്ഇൽ ഇർതിയാബ് അനിൽ മുതശാബിഹി മിനൽ അസ്മാഇ വൽ കുന വൽ അൻസാബ് എന്ന കിതാബാണ്. ആ കിതാബിൽ എന്ത് ചെയ്തു, പിന്നെ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി. അസ്തദറക അലൈഹിം, എന്നിട്ട് അവരുടെ മേലെന്ത് ചെയ്തു, ഇസ്തിദ്റാഖ് ചെയ്തു ഫി കിതാബിൻ ആഖറ, മറ്റൊരു കിതാബിൽ ഇസ്തിദ്റാഖ് ചെയ്തു. ജമഅ ഫീഹി, എന്നിട്ട് അതിൽ ഒരുമിച്ച് കൂട്ടി ഔഹാമഹും, അവരുടെയൊക്കെ വഹമുകളെയും ബയ്യനഹ, എന്നിട്ട് അതിനൊക്കെ ഈ അബൂ നസ്ർ ബിൻ എന്നവരെ വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കിതാബിൻ്റെ ഏറ്റു. കിതാബുഹു, ഈ അബൂ നസ്ർ മാക്കോല എന്നവരുടെ ഈ കിതാബ് മിൻ അജ്മായി മാ ജുമിഅ ഫീ ദാലിക, ഈ വിഷയത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒന്നിൽ ഏറ്റവും ജാമി ആയ കിതാബാണ്. വഹുവ ഉംദത്തു കുല്ലി മുഹദ്ദിസിൻ ബഅദഹു, അതിന് ശേഷം വരുന്ന അദ്ദേഹത്തിന് ശേഷം ഉള്ള എല്ലാ മുഹദ്ദിസീങ്ങളുടെയും പിന്നെ ഉംദയാണ്, ഇത്തിമാദായ കിതാബാണ് ഈ കിതാബ്. വഖദ് ഇസ്തദറക അലൈഹി അബൂബക്കർ ബിൻ നുഖത്ത എന്നവർ അതിന്റെ മേൽ ഇസ്തിദ്റാഖ് ചെയ്തു മാ ഫാതഹു, അദ്ദേഹത്തിന് ഫൗത്തായ ഒന്നിനെ, ഔ തജദ്ദദ ബഅദഹു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശേഷം പുതുതായ
കാര്യങ്ങളെയും പിന്നെ എന്ത് ചെയ്തു? ഇസ്തിറാഖ് ചെയ്തു. എവിടെ? ഫി മുജല്ലദിൻ റഹ്മിൻ, ഒരു കട്ടിയുള്ള ഒരു പിന്നെ വാള്യത്തിൽ. സുമ്മ ദയ്യല അലൈഹി മൻസൂർ ബിൻ സലീം എന്നവർ സീനി ഈ മുജല്ലദിൻ ലത്തീഫിൻ, ഒരു പിന്നെ ലത്തീഫായ വാള്യത്തിൽ എന്ത് ചെയ്തു? അതിന് ഗയിലായിട്ട് രചന നടത്തി. കദാലിക, ഇപ്രകാരം തന്നെ അബൂ ഹാമിദ് ബിൻ സാബൂനി എന്നവരും ഇപ്രകാരം തന്നെ രചിച്ചു. ജമാൽ ദഹബി ഇമാം ഒരുമിച്ച് കൂട്ടി ബിദാലിക, ഈ വിഷയത്തിൽ കിതാബൻ മുഖ്തസറൻ ജിദ്ദൻ, വളരെ മുഖ്തസറായ ഒരു കിതാബിനെ ഒരുമിച്ച് കൂട്ടി. പക്ഷെ എഴുത്തമത ഫീഹി, അതിൽ ദഹബി ഇമാം എന്ത് ചെയ്തു? എത്തിമാദ് ചെയ്ത് ആശ്രയിച്ചത് അല ലബ്തി കലമി, പേരുകൾക്ക് കലമ് കൊണ്ട് ലബ്തി ചെയ്തതാണ്. പേന കൊണ്ട് തന്നെ ലബ്തി ചെയ്ത്, അല്ലാതെ പിന്നെ എന്തായില്ല അർഫ് കൊണ്ട് ലബ്തി ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം പുള്ളിയുള്ളടുത്ത് ആ പുള്ളി ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്, അല്ലാതെ പിന്നെ എന്താണ് അത് ഇന്ന അർഫാണെന്ന് പിന്നെ എന്തായില്ല എഴുതിയിട്ടില്ല. അപ്പം അങ്ങനെ കലം കൊണ്ട് ലബ്തി ചെയ്തു. അങ്ങനെയാണ് മൂപ്പരവിടെ എത്തിമാതി. അപ്പോൾ കസുറ ഫീഹിൽ കൊലത്തു. അപ്പം കലം കൊണ്ട് ലബ്തി ചെയ്യപ്പോൾ അതിലെന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളം പിഴവുകൾ സംഭവിച്ചു. തസ്ഹീഫുൽ മുബായിനിൽ മൗദൂഇൽ കിതാബി, കിതാബിന്റെ മൗദൂഇനോട് മുബായിനാകുന്ന തസ്ഹീഫും അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ആ തസ്ഹീഫ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കിതാബ് പിന്നെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കിതാബ് രചിക്കുന്നത്. പക്ഷേ ആ വിഷയത്തോട് മുബായിനായ തസ്ഹീഫും അതിനകത്ത് എന്ത് ചെയ്തു? അധികരിച്ചു. പിന്നെ ഖദി യസ്സറല്ലാഹു തആല, അല്ലാഹു തആല പിന്നെ യുസ്ർ ചെയ്തു, എളുപ്പമാക്കി തന്നു. ബി തൗദീഹിഹി, അതിനെ വ്യക്തമാക്കൽ കൊണ്ട്. ഫി കിതാബിൻ, ഒരു കിതാബിൽ. സമ്മൈതുഹു, പിന്നെ അതിനേക്ക് ഞാൻ പേര് വെച്ചു തബ്സീറുൽ മുൻതബിഹ് തഹരീറുൽ മുസ്തബിഹ് എന്ന് പേര് വെച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു കിതാബ് രചിച്ച് പിന്നീട് തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് വ്യക്തമാക്കിയിട്ടുണ്ട്. വഹുവ മുജല്ലദുൻ വാഹിദുൻ, എന്നിട്ട് ഫലബത്തഹു ബിൽ ഹുറൂഫി അല തരീഖത്തിൽ മർവിയ, തൃപ്തിയായ പിന്നെ മാർഗത്തിലൂടെ ഹുറൂഫുകൾ കൊണ്ട് അതിന് ലബ്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വദിത്തു അലൈഹി, ഞാൻ അതിന്മേൽ ജാസ്തിയാക്കി ഷൈഅൻ കസീറൻ, പിന്നെ ധാരാളം കാര്യങ്ങൾ. മിമ്മ അഹ്മലഹു, ദഹബിമ എന്നവർ ഇഹ്മാലാക്കിയതിനെ, പിന്നെ ഔലം യഖ്ബ അലൈഹി, അല്ലെങ്കിൽ അതിന്മേൽ അദ്ദേഹം പിന്നെ എത്താത്ത കാര്യങ്ങളെയും കൂടി പിന്നെ ജാസ്തിയാക്കിയിട്ടുണ്ട്. വലില്ലാഹിൽ ഹംദ്, അള്ളാഹുവിനാണ് ഇതിനൊക്കെ സർവസ്തുതിയും. ഇനിയൽ മുതശാബിഹു, ആയിക്കോട്ടെ.